ആദ്യം നിങ്ങൾ ഇത് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ. 1 വയസ്സുകാരി സൂഹി സഹ കാണാനില്ല. അച്ഛൻ റൌഫ് മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിന് പുറത്ത് 2 ദിവസമായി കാത്തിരിക്കുകയാണ്. പൊന്നുമോളെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന പ്രതീക്ഷിച്ച്. ആരും തിരക്കൊന്നുമില്ലായിരുന്നു ഇവിടെ, മോർച്ചറിയിലും പിന്നെ കമ്മ്യൂണിറ്റി ഹാളിലുള്ള വെച്ചതൊന്നും. അപ്പോൾ എല്ലാം വളരെ വിശദമായിട്ട് പോയി പരിശോധിച്ച് നോക്കി. ഞങ്ങളെല്ലാം ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലും കൈ, നഖം, ശരീരത്തിലെ മറ്റു ഭാഗങ്ങളൊക്കെ വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും നമ്മളാരും കണ്ടിട്ടില്ല. 13 അംഗ കുടുംബം. അതിൽ 5 പേരുടെ ശരീരങ്ങൾ കണ്ടെത്തി. മകളടക്കം 8 പേർ എവിടെയെന്നറിയില്ല. ഭാര്യയുടെ ചേച്ചിയുടെയും അവരുടെ ഭർത്താവിന്റെയും മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് ഈ കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു. ഉണ്ണികൃഷ്ണൻ മാഷ് പറഞ്ഞതാണ്, അതായത് പ്രകൃതിയാണ് അത്ര സ്നേഹിച്ച ഒന്നുമില്ല. കാരണം ഈ ലോകത്ത് നന്മയുള്ളവരൊക്കെ മരിച്ചു പോകുന്നു, തിന്മയുള്ളവരൊക്കെ ജീവിക്കട്ടെ. അതുമാതിരി പ്രകൃതിയെ നശിപ്പിക്കരുത് മക്കളെ എന്ന് പറഞ്ഞ ഓരോ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ മക്കള് അവര് പ്രകൃതി തന്നെ കൊണ്ടുപോയി. ഹലോ ഗൈസ്, കുഞ്ചാക്ക ബോബൻ, നവ്യ നായർ, പിന്നെ നിങ്ങൾ ഇത് കണ്ടില്ലേ? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തുവാ പറയാൻ തോന്നുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുറെ സുഹൃത്തുക്കൾ രാവിലെ തൊട്ട് എനിക്ക് വാട്സപ്പിനകത്ത് ഇതിന്റെ കുറെ ലിങ്ക് അയച്ചു തരുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനിത് കണ്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ജോലി തിരക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാനിപ്പോ വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണാൻ ഇടയായത്. ഞാൻ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞാൻ എന്ത് പറയാനാണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൈവിട്ടും. നിങ്ങളിപ്പോ വീട്ടിലാണ് ഇരിക്കുന്നത്, നിങ്ങളുടെ ഈ വീഡിയോ കാണുന്നവരുടെ അടുത്ത് കുട്ടികളുണ്ട്, ഇല്ലെങ്കിൽ വീട്ടില് മുതിർന്നവരുണ്ട്, അങ്ങനെയുള്ളവരൊക്കെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് സ്പീക്കറിലിട്ട് നിങ്ങൾ ഈ വീഡിയോ കേൾക്കരുത്. ഇല്ലാന്നുണ്ടെങ്കിൽ ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ച് വെക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് കൺട്രോൾ പോലും കിട്ടുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കൈവിട്ട് പോകുന്നു. രാവിലെ തന്നെ ഞാൻ ഈ വീഡിയോ കണ്ടിരുന്നെങ്കിൽ എന്റെ സാഹചര്യവും സന്ദർഭവും സ്ഥലവും ഒന്നും നോക്കാണ്ട് ഉറപ്പായിട്ടും ഞാൻ റിയാക്ട് ചെയ്യുകയല്ല, ഞാൻ പച്ചത്തെറി പറഞ്ഞേ. ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പൊട്ടുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ഈ വീഡിയോ കണ്ടില്ലേ? ഈ മഹാപ്രളയം വന്ന് എല്ലാവരും കൈകോർത്ത് അവരെ എങ്ങനെ രക്ഷിക്കും എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുന്ന സമയത്താണ് നേവി സംഘവും NDRF സംഘവും ഫയർഫോഴ്സും എല്ലാവരും ഈ ചെളിക്കുണ്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന സമയത്ത് ഈ താഴെ മോൻ ചിരിക്കുന്നു. അവന്റെ അച്ഛൻ ചത്തിറന്നിട്ടാണ് അവന് കിടന്ന് തൊലിക്കുന്നത്. ഇവന്റെ അച്ഛന് ഇങ്ങനെ കൊണ്ട് വെള്ളത്തുണിയിൽ കിടത്തി പൊതിഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇവൻ കിടന്ന് ചിരിക്കുവോ? ഇവനെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ അച്ഛനെ ഇവിടെ തുറക്കാൻ മറന്നുപോയതാണ്. എന്നിട്ട് എല്ലാവരും കമന്റ് അടിക്കുന്നുണ്ട്. ഇവനെ അറിയാവുന്നവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എന്താ സൈക്കോയാണെന്നാണ് ഇവൻ പറയുന്നത്. ഇവനിക്ക് ഈ വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും യൂട്യൂബിൽ ഇടാനും ഇവനിക്ക് ഇതിനൊന്നും സൈക്കോയും ഇല്ല, മെന്റലും ഇല്ല, എനിക്കൊരു കുഴപ്പമില്ല. ഇതെല്ലാവരും ഇട്ട് കഴിഞ്ഞ് വീഡിയോ ഇട്ട് ഇവന്റെ ചാനൽ പോയി. എന്താണെന്ന് വെച്ചാൽ ചാനൽ പോകുകയല്ല, ഇവന്റെ ഈ വീഡിയോ മാക്സിമം ഇവന്റെ തന്തയും തള്ളയൊക്കെ കാണുന്നത് ഒരു ഷെയർ ചെയ്യാൻ ഞാൻ പറയത്തുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാതിരി തന്തയില്ലായ്മ ആരും കാണിക്കരുത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, വേറൊരു വീഡിയോ കൂടെ ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശിരൂരിൽ കാണാണ്ടായ അർജുന്റെ ഫോട്ടോയുടെ മേളിൽ ഒരു ജിറാഫിനെ വെച്ചിട്ട് ആ ജിറാഫ് ഇങ്ങനെ തൂറുന്നത്. എന്നിട്ട് അവന് ഇട്ടിരിക്കുന്നത് എന്നറിയാം, അത് കറക്റ്റ് ആയിട്ട് അർജുന്റെ തലയിൽ കൊണ്ട് വെക്കുന്നത്. നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് പോയിട്ടുണ്ട്. ഇവന്റെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ ഇവൻ ലോങ് വീഡിയോ എടുത്തില്ല. ഇവന്റെ മെയിൻ പരിപാടി ഷോർട്സ്. എന്നിട്ട് ഈ പല ഇങ്ങനെ ഒരു മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം കൂടെ വെച്ചിട്ട് അവനൊരു സിനിമാ പേര് കണ്ടുപിടിക്കണം. ആ ഒരു രീതിയിലാണ് ഇവൻ ഷോട്ട് ചെയ്യുന്നത്. അതേ കണക്കാണ് അർജുന്റെ മേളിൽ ഇങ്ങനെ ജിറാഫ് ഇങ്ങനെ തൂർന്നാണൊക്കെ ഇട്ടിട്ട് ഇവന്റെ തന്തേന്റെ മേളിൽ കൊണ്ടുവച്ച് കൊടുക്കാൻ പറ ഈ ജിറാഫിനെ. എന്നിട്ട് അവന്റെ തന്തയുടെ വായിലോട്ട് തൂറിയിട്ട് കൊടുക്കാൻ പറ. അപ്പൊ കറക്റ്റ് ആയിട്ട് അവനിക്ക് അതിനുള്ള ഉത്തരം കിട്ടും. അത് ഓരോരുത്തരുടെ വീട്ടില് ഇങ്ങനെ മരിച്ച് നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള തന്തയില്ലാത്തവന്മാര്, തന്തയുടെ തന്തയില്ലാത്തവന്മാരെയൊക്കെ എന്തുവാണ് നമ്മൾ പറയേണ്ടത്? നിങ്ങൾ പറ. എനിക്കിത് കണ്ടിട്ട് ഇവന്റെ ചെവിക്കുറ്റി അടിച്ച് പൊട്ടിക്കാനാണ് തോന്നുന്നത്. നമ്മൾ ഈ മലയാളികളെന്നല്ല, ഇത് കാണുന്ന ലോകത്തെമ്പാടുമുള്ള എല്ലാവർക്കും ഇവനെ ഒന്ന് കൈ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് കൊതിച്ചു പോകുകയാണ്. എന്നാൽ ഇവന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പൊട്ടാസ് പൊട്ടിക്കുന്ന ശരിക്ക് അമിട്ട് പൊട്ടിക്കും. പൊട്ടാസൊന്നുമില്ല, ഇവന്റെ വായില് ഇങ്ങനെ ഗർഭം കലക്കിയിട്ട് പൊട്ടിക്കണം. എന്താ വെച്ചാൽ അമ്മാതിരി വാണങ്ങളാണ് ഇവനൊക്കെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മലയാളികളുണ്ടല്ലേ, കൈ കോർത്തോടി ഒരു വീട്ടിൽ കയറിയിട്ട് ഇവന്റെ അച്ഛനിക്കിട്ടൊക്കെ കൊടുക്കണം. ആദ്യം ഇത് കണ്ടിട്ടാണ് നിന്ന് ചിരിക്കട്ടെ, എന്റെ അച്ഛനിക്കിട്ട് ഇരിക്കുന്ന നല്ല രസം. ഇവന്റെ അച്ഛന്റെ ചെവിക്കുറ്റിക്കിട്ട് പൊട്ടിക്കണം. എന്നിട്ട് പറയണ ഇങ്ങനെയുള്ള അന്തയില്ലാത്തവന്മാരെ എന്തിനുണ്ടാക്കി എന്ന് ചോദിക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത് എന്താ പറയാ, പല വീഡിയോസ് ഈ പ്രളയത്തിന്റെ നമ്മൾ ഈ വയനാടത്തെ ഉരുൾപൊട്ടലിന്റെ എല്ലാവരും ഒരു സാറിന്റെ വീഡിയോ ഉണ്ടല്ലോ, ആ സാറ് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നതിന്റെ സമയത്ത് ആ ഒരു വീഡിയോ ഒക്കെ അവൻ റിയാക്ട് ചെയ്യുവാണ്. ഇന്ന വീഡിയോ മേലിട്ടിട്ട് ഇവൻ പൊട്ടി ഇങ്ങനെ ചിരിക്കുന്നു എന്നും പറഞ്ഞ് ചിരിക്കുന്നു. ഞാൻ ഒന്നും കൂടെ എടുത്തു പറയാണ്, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് എക്സെപ്റ്റ് വെക്കണം. എന്ന് വെച്ചാൽ ഞാൻ എന്തൊക്കെ എന്നെ തെറി പറഞ്ഞാലും എന്നെ കമന്റ് അടിച്ച് തെറി പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. കാരണം എനിക്കിത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഞാനും എന്റെ ദേഹത്തും ചോരയും നീരൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. എനിക്കിതൊന്നും കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. ഞാൻ പറയേണ്ടത് എവിടെയാണെങ്കിലും ഞാൻ പറയും. ഞാൻ എന്റെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടല്ലോ, നല്ലയാണെങ്കിൽ ഞാൻ നല്ലതെന്നും പറയും, ചീത്തയാണെങ്കിൽ ചീത്തയെന്നും പറയും. ഈ നട്ടപ്പാതിരാക്കിരുന്ന് ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഓർത്താൽ മതി എനിക്ക് എന്തോരം പൊള്ളിയിട്ടാണെന്ന്. എല്ലാവരും രാവിലെ തൊട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും റിപ്പോർട്ട് അടിച്ച് അവന്റെ ചാനലിൽ പോയിട്ടുണ്ട്. അവന്റെ ചാനലിൽ പോയിട്ടില്ലെങ്കിൽ അവൻ കളയും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എല്ലാവരുടെയും കൺമുന്നിൽ പോയി പെട്ടാൽ, ഒരുത്തനിക്ക് വയനാട് മറ്റേ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാൻ വേണ്ടി ഒരു കുടുംബം വന്നപ്പം ഒരുത്തനിക്ക് അവിടെ കുടിക്കണമെന്ന് പാല്, അവനെ കണ്ണൂരുള്ള ആമ്പിള്ളാര് മറ്റേ പാല് ചോദിച്ചപ്പോ പാൽപ്പായസം വിതരണം ചെയ്ത് അവനിക്ക് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അവൻ ചെറുപ്പത്തിലേ കുടിച്ച മുലപ്പാല് വരെ തുപ്പിയെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അവൻ ഇനി മേലാൽ അവൻ പാലെന്നുള്ളൊരു സംഭവം, പാല് കൈ കൊണ്ടുപോലും നടത്തില്ല, പാൽ ചായ കുടിക്കത്തില്ല, അവൻ ഇനി കട്ടൻ ചായ കുടിക്കത്തില്ല. ഈ റിയാക്ഷൻ ചെയ്തവൻ യൂട്യൂബ് എന്നല്ല ഫോൺ പോലും ഇനി അവൻ കൈ കൊണ്ട് തൊടരുത്. അവന്റെ കൈയും കാലും കുത്തി ഒടിച്ച് പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ട് ഇതിങ്ങനെ നിർത്തണവനാ. എന്നിട്ട് എല്ലാവരും ചുറ്റിനും ഇരുന്നിട്ട് ചിരിക്കണം. ചിരിക്കടാ നീ, ഇവൻ ചിരിക്കല്ലേ, ഇവന്റെ ഈ ചിരിക്കുന്ന റിയാക്ഷൻ ഉണ്ടല്ലോ, ഇവന്റെ കൈയും കാലും കുത്തി ഒടിച്ചിട്ട് കരയത്തില്ലേ, അത് നമ്മൾ എടുത്തിട്ട് നമ്മൾ റിയാക്ഷൻ ചെയ്യണം. എന്നിട്ട് അവനത് കണ്ടിട്ട് പുളകം കൊള്ളട്ടെ. എന്റെ വീഡിയോ കണ്ടിട്ട് ഇവർക്കൊക്കെ എങ്ങനെ ചിരിക്കാൻ തോന്നുന്നു. എടാ, നിന്റെ വീട്ടിലുള്ളവരൊക്കെയാണ് ഇങ്ങനെ ഭൂമിക്കടിയിലോട്ട് പിളർന്ന് പോണെങ്കിൽ നീ മാറി ഇരുന്നിട്ട് റിയാക്ഷൻ ചെയ്യുക. എന്റെ വീട്ടുകാരൊക്കെ അടിയിലോട്ട് പോയി, എന്റെ വീട്ടുകാരൊക്കെ അടിയിലോട്ട് പോയി എന്ന് പറഞ്ഞ് നീ ഇരുന്ന് തൊലിക്കോടാൻ അതിന്റെ മോനെ. എനിക്കിതൊന്നും അല്ല. ഞാൻ എന്നെ കൊണ്ട് മാക്സിമം ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാണ്? എനിക്ക് അവനെ കൈ കിട്ടിയാൽ ഞാൻ കാണിച്ചു തന്നെ, ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തന്നെ. ഇവനെ ഞാൻ പിടിച്ചിട്ട് ഇവനെ കോൺക്രീറ്റ് മതിലിട്ട് ഒരക്കും ഞാൻ. ഇവന്റെ ചുണ്ടക്ക തേച്ച് പല്ലിന്റെ അവിടം വരെ എത്തിച്ചിട്ട് മുറിച്ചുണ്ടലാക്കിയിട്ട് ഇങ്ങനെ നിർത്തി ഞാൻ തൊലിപ്പിക്കവനാ. എന്നിട്ട് ഞാൻ പറഞ്ഞു, തൊലിക്കണോ അതിന്റെ മോനെ നീ. എന്താ എനിക്ക് ഇത് കാണുന്നവരും ഉണ്ടല്ലോ, ഇവന്റെ മുന്നിൽ നിങ്ങളെ വല്ലതും കിട്ടുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയെങ്കിലും ഇവന്റെ മുന്നിൽ ഒന്ന് പിടിച്ചിട്ട് ഒരയ്ക്കണം. ഇല്ലെങ്കിൽ അമ്മിക്കല്ലിൽ ഇവന്റെ ആമാനം വെച്ചിടിച്ച് ചതിക്കണം. എന്നിട്ട് വേണം നീ ചിരിക്കി. ഇവനിക്ക് നമ്മൾ ഈ വേദന എടുത്തിട്ട് ഇങ്ങനെ കരയത്തില്ലേ, അത് നമ്മൾ റിയാക്ഷൻ ആയിട്ട് ഇമോജിയൊക്കെ ഇട്ടുകൊണ്ട് നടക്കണം. നമ്മള് എന്താണ് മറ്റേ ഇത് പറയത്തില്ലേ, ജസ്റ്റ് ഇറ്റ് ഫോർ എന്തൊക്കെ പറഞ്ഞെടുത്തില്ലേ, അത് കണക്ക് നമ്മൾ സ്ലിപ്പൊക്കെ വെച്ചിട്ട് എന്താണ് ഇവന്റെ പേര് റിനോയ് ലവ്, അവനിക്ക് എല്ലാവരും അവിടെ ഇഷ്ടമാണെന്ന്. എന്നിട്ട് അവൻ കാണിക്കുന്നുണ്ടില്ലേ, ഒരുത്തന്റെ വിഷമത്തിൽ അവൻ സന്തോഷിക്കുന്നു. ലവ് വന്നു, റിനോയ് ലവ് വന്നു. ഇനി അവൻ ജന്മത്തവന്റെ ഫോണില്, അവൻ ഇൻസ്റ്റാഗ്രാമിനകത്തും ഫേസ്ബുക്കിനകത്തും യൂട്യൂബിലും ഇനി മേല മറ്റൊരാളുടെ വീഡിയോ പോലും അവൻ കാണാൻ കേറത്തില്ല. അവൻ ഫോൺ എന്നുള്ള ഒരു സാധനം പോലും അവനിക്ക് ഇനി അറപ്പായിരിക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി പണി അവനിക്ക് കിട്ടിയിരിക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്രയും നമ്മളെ ലോകം മുഴുവൻ ഇപ്പൊ അറിഞ്ഞിട്ടുണ്ട് നമ്മളെ വയനാടത്തെ കാര്യം. എല്ലാവരും നമുക്ക് സഹായം ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും അന്യനാട്ടിൽ നിന്നാണെങ്കിലും ഗൾഫ് രാജ്യങ്ങൾ എല്ലാവരും വേണ്ട രീതിയിൽ, നമ്മുടെ സിനിമാ നടന്മാരാണെങ്കിലും ബിസിനസ്മാരാണെങ്കിലും എല്ലാവരും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അവരെ എങ്ങനെ രക്ഷിക്കാം. നമ്മുടെ പിണറായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും കോടിക്കണക്കിന് രൂപ വേണം നമുക്ക് വയനാടൊന്ന് സേവ് ചെയ്ത് പഴയ രീതിയിലോട്ട് എത്തിക്കണം. ഇപ്പൊ നമ്മളെ എല്ലാവരും എന്നെ കൊണ്ടും കഴിയുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൈ കൊടുത്ത് അവരെ എങ്ങനെ സേവ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുക. ഇന്ന് രാവിലെ കണ്ടില്ലേ, ഒരാള് ഗൾഫിൽ നിന്നിട്ട് അയാളുടെ കുടുംബത്തിലുള്ള ആരും ഇല്ലാണ്ട് വിഷമിച്ചിരിക്കുന്നു. നമ്മൾ ആ വീഡിയോ ഉണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഒരു സാറിന്റെ വീഡിയോ, സാറ് കരയോ പൊട്ടി അടിയിലിരുന്നിട്ട് ഈ താമോനുണ്ടല്ലോ അവൻ ചിരിക്കുന്നു. അവന്റെ ആ ചിരി കണ്ടിട്ടുണ്ടല്ലോ, ഈ വയനാട് എല്ലാരും വന്നു നിന്നില്ല, ഈ ഫയർഫോഴ്സും പോലീസുകാരും അതിന്റെ ഇടയിലോട്ട് കൊണ്ടിട്ടിട്ട് വലിയൊരു പാറ എടുത്തിട്ട് അവന്റെ മേത്തോട്ടിടണം. ഈ വയനാട് ഇവനെ കൊണ്ട് നിർത്തണ്ടായിരുന്നു, എന്നിട്ട് ഉരുൾപൊട്ടലിൽ ഇവനെ ഒഴുക്കി വരണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഞാന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കൺട്രോളും കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള മക്കളെയൊക്കെ എന്തിനാണ് അന്നേ ഉണ്ടാക്കുന്നത്? ഇവനിലൂടെ നല്ല പേര് കിട്ടിയില്ലെങ്കിലും നല്ല ചീത്തപ്പേരുണ്ടാക്കുന്നുണ്ടല്ലോ നിങ്ങൾ. എന്ത് പറയാനാണ്? ഇവനിക്ക് എങ്ങനെ കഴിഞ്ഞ്? ഇവനിക്ക് യൂട്യൂബ് ഉണ്ടാക്കാനും റിയാക്ഷൻസ് വീഡിയോസ് ഇടാനും
ഇത് കണക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും അവനിക്ക് ബുദ്ധിയുണ്ട്. ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് എല്ലാവരുടെയും നൈസ് മൂവ്മെന്റ് ആണ്, അവനൊരു പൊട്ടനാണ്, അവനൊരു അന്ധനും മൂങ്ങനും ബദിരനുമാണ്, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞാൽ അവൻ സേവ് ആയി. ഇതാണ് മെയിൻ കാര്യം. ഈ വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവരിലോട്ടും ഷെയർ ചെയ്യണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ വീഡിയോ ഇനി ഒരു പോമക്കളും ചെയ്യരുത്. കാരണം ചെയ്യരുത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോ കാണുന്ന ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് ചെയ്യണം, ഇത് കേൾക്കണമെന്ന് പറയുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ആദ്യം കൊടുത്ത ഈ വീഡിയോ ഉണ്ടല്ലോ, ഇവന്റെ ഈ റിയാക്ഷൻ വീഡിയോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റ തള്ള സഹിക്കത്തില്ല. ചിലപ്പോ ഇവൻ വീട്ടിൽ പോലും പറയാണ്ട് ഇത്രയും വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവൻ അറിയാണ്ട് ചിലപ്പോ മുങ്ങിയൊക്കെ നടക്കുമായിരിക്കും. ചിലപ്പം ഇവന്റെ വീട്ടിൽ കയറി ഇവനിക്കെതിരെ കേസ് എടുക്കണം. ഇവനിക്കെതിരെ കേസ് എടുക്കാൻ നേരത്ത് ഇതുപോലുള്ള ഒരു റിയാക്ഷൻസ് വീഡിയോയും ആരും ഇനി മേലെ ചെയ്യത്തില്ല. ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഞാൻ വേണ്ട കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് ഇതേ കണക്കത്ത മറ്റുള്ളവന്റെ ഒരു വിഷമത്തിൽ കയറി ഞാൻ സന്തോഷിച്ചിട്ടുള്ള ഒരു വീഡിയോയും ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടുമില്ല, ഇനി അങ്ങോട്ട് ചെയ്യത്തുമില്ല. പക്ഷേ ഞാൻ ഈ വീഡിയോ രാവിലെ കാണണ്ടായിരുന്നു. ഞാൻ ജോലി തിരക്കിൽ പെട്ടുപോയതുകൊണ്ടാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ ഇച്ചിരി ലേറ്റ് ആയി പോയത്. പക്ഷെ ഇത് കാണുന്ന എല്ലാവരും, ചിലവർക്ക് എല്ലാവർക്കും ഇത് മറ്റുള്ളവരിലോട്ട് എത്തിക്കണമെന്നുണ്ടായിരിക്കും. ഇത് കണക്കത്തെ ഒരു യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോം ഒന്നും ആർക്കും കാണുന്നില്ല. എനിക്കിതുണ്ടായിട്ട് ഞാൻ ഇച്ചിരി ലേറ്റ് ആയി പോയാൽ എനിക്ക് വിഷമമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ചാനൽ എന്തായാലും പൂട്ടിപ്പോയിട്ടുണ്ട്. എന്ത് കാണിച്ചാലും എല്ലാവർക്കും ഒരു വിചാരമുണ്ട്, നമ്മൾ യൂട്യൂബിൽ എന്ത് കാണിച്ചാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യും, ഭയങ്കരമായിട്ട് റീച്ച് കൂട്ടിത്തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള അന്തയില്ലായ്മ കാണിക്കുന്നത് ആരും ഷെയറും ചെയ്യരുത്. എല്ലാവരും റിപ്പോർട്ട് അടിച്ച് ചാനൽ ഇതേപോലെ അങ്ങോട്ട് കളയണം. ഞാൻ ഇതേ കണക്ക് 2-3 റിയാക്ഷൻസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാളത്തെ തലമുറയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇതേ കണക്ക് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് ആ ചാനലുകളും പൂട്ടിച്ചു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. പിന്നെ ഞാൻ ഇത്രയും കാര്യങ്ങൾ തെറ്റുമെല്ലാം പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഇതിന്റെ അടി വന്നിട്ട് കമന്റ് അടിക്കണം. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് എന്റെ സബ്സ്ക്രൈബേഴ്സും എന്റെ വ്യൂസും കമന്റ് അടിച്ചാലേ എനിക്ക് ഇതേപോലുള്ള റിയാക്ഷൻസ് വീഡിയോ ഇനിയും നിങ്ങളുടെ മുന്നിലോട്ട് നല്ലതെങ്കിൽ നല്ലതെന്നും ചീത്തയെങ്കിൽ ചീത്തയെന്നും നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് ഇതിൽ കൂടുതലൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ ഇതിനകത്തൊരു പരിമിതികളുണ്ടല്ലോ എനിക്ക് പറയുന്നതിന്. എന്നെ അറിയാവുന്ന ഒത്തിരി പേരുണ്ട്. എന്നെ കൈവിട്ടു പോകാൻ നിർത്തി ചിലപ്പോ അവരൊക്കെ ഓർക്കും ഇവന് ഇത്രക്ക് ലോക്കലാണോ, ഇവന് ഇത്രക്ക് റോങ് ആണോ, ബാഡാണോ. ഇത് കണ്ടിട്ട് ഞാൻ എന്ത് പറയാനാ? നിങ്ങളെന്നെ പറയാം, ഇതൊക്കെയാണ് ഇങ്ങനെ പറയാണ്ടിരിക്കും. എനിക്ക് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്, പറയുന്നതിനെക്കാട്ടി കൂടുതൽ ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പൊ എന്തായാലും ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് അടിച്ചേക്കണം. ഞാൻ ഇത്രയും പറഞ്ഞതിനകത്ത് വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും പറ, ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്റെ ചാനലിൽ റിപ്പോർട്ട് അടിച്ച് കളഞ്ഞോ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ എന്റെ ചാനലിൽ കളഞ്ഞേക്കാം. ഞാൻ പറഞ്ഞത് ശരിയാണ്, യോജിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള നല്ല കറക്റ്റ് റിപ്ലൈ എനിക്ക് കമന്റ് ബോക്സിൽ കിട്ടണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ പറയണമെങ്കിൽ നിങ്ങൾ ഓർത്താൽ മതി, ഒന്നുമില്ലാണ്ട് ആരും ഒന്നും പറയത്തില്ലല്ലോ. ഞാൻ ഈ നട്ടപ്പാതിരാത്രിക്ക് ഇരുന്ന് ഈ വീഡിയോ ചെയ്യണമെങ്കിൽ എനിക്ക് അതിയായ വിഷമമുണ്ട്. ഞാൻ ഈ വീഡിയോ പറയാൻ ഇച്ചിരി ലേറ്റ് ആയി പോയത്. അപ്പൊ ഞാൻ ഇവിടെ നിർത്തുവാണ്. ബൈ ബൈ.